ഈ മാർപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം മനുഷ്യസ്നേഹിയായിരുന്നു എന്നുള്ളത്. അദ്ദേഹം മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം റവല്യൂഷണറി ആയിരുന്നു എന്നും കൂടി പറയുന്നുണ്ട്, അല്ലേ? വിപ്ലവകാരിയായൊരു പരിഷ്കർത്താവായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. എല്ലാ മനുഷ്യസ്നേഹികളും യഥാർത്ഥത്തിൽ വിപ്ലവകാരികളായിരിക്കും. കാരണം മനുഷ്യസ്നേഹമുള്ള ആളുകൾക്ക് ഈ ലോകത്തെ അതിൻ്റെ സ്വാഭാവികഗതിയിൽ വിട്ടുകളയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തെ അടിച്ചമർത്തപ്പെടുന്നവർ, ലോകത്ത് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ, ലോകത്ത് ദുരിതം അനുഭവിക്കപ്പെടുന്നവർ, അവരെക്കുറിച്ചൊക്കെ വലിയ കൺസേൺ ഉള്ള ആളുകളെയാണ് മനുഷ്യസ്നേഹികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യസ്നേഹികൾ ചില പരിഷ്കരണങ്ങൾക്ക് മുൻകൈയെടുക്കും. ഇപ്പോൾ ഈ മാർപ്പാപ്പയെ സംബന്ധിച്ച് നോക്കൂ, ലോകത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മാർപ്പാപ്പ ആത്മകഥ എഴുതിയിട്ടുള്ളത്. അത് ഈ മാർപ്പാപ്പ മാത്രമാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ മാത്രമാണ്. ആ ആത്മകഥ വളരെ മനോഹരമായ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു റവല്യൂഷണറിയായി മാറിത്തീർന്നത്? ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം അദ്ദേഹം ജനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടമാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രായം 3 വയസ്സാണ്. 3 വയസ്സിൽ ഒരുപക്ഷേ ആ ലോകമഹായുദ്ധത്തെ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ആ മഹായുദ്ധം അദ്ദേഹത്തിൻ്റെ അമ്മയിൽ സൃഷ്ടിച്ച സ്വാധീനം, വേവലാതികൾ, ആശങ്കകൾ, അത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ വലിയ സ്വാധീനിച്ചിരുന്നു. അവസാനത്തെ പാപ്പയുടെ സന്ദേശം എന്താ? ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തെ പിന്നീട് നയിച്ചിട്ടുള്ളത് എന്ന് കാണാം.